ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് പ്രണയം തോന്നണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടാവണം. ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് പ്രണയം തോന്നണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫിസിക്കൽ അട്രാക്ഷനാണ്. നമുക്കറിയാം, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടീനെ പെട്ടെന്ന് ഇഷ്ടമാകുന്നത് അവളുടെ ഭംഗി കണ്ടിട്ടായിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് പെൺകുട്ടികൾക്കും. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടീനെ പെട്ടെന്ന് ഇഷ്ടമാകുന്നത് അവൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ്. ഇത്തരത്തിൽ കാണാൻ കൊള്ളുന്ന അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ പുറകെ എപ്പോഴും കുറേ ആളുകളുണ്ടാവും. അതായത് ഇപ്പോൾ അവർ പഠിക്കുന്ന സ്കൂൾ ടൈം തൊട്ട് സ്കൂളിൽ, കോളേജിൽ, ഇപ്പോൾ അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, വർക്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ അവരുടെ പിറകെ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും കുറേ ആളുകൾ ഇങ്ങനെ പ്രണയ അഭ്യർത്ഥനയുമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അട്രാക്ഷനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളൊക്കെ നിങ്ങളെ നോക്കുകയും അവർക്ക് നിങ്ങളോടൊരു പ്രണയം ഉള്ളിൽ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. രണ്ടാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ആത്മാർത്ഥ സ്നേഹമാണ്. അതായത് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ കുറച്ചൊരു ഏജൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ആ ഒരു ടൈമിൽ അവരുടെ പേരൻസ് കുഞ്ഞിലെ കൊഞ്ചിച്ച് നടന്ന പോലെ, അതായത് ചില പേരൻസ് ഉണ്ടെങ്കിൽ മക്കളെ നന്നായിട്ട് കൊഞ്ചിച്ച് വളർത്തുന്നവർ, പക്ഷേ ഒരു മെച്യൂരിറ്റി ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും കൊഞ്ചിരും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു ടൈമിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് അവനോടൊരു അട്രാക്ഷൻ തോന്നും. അതായത് അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊന്നും ആ ഒരു സ്നേഹം ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കിട്ടുന്ന ഒരു സൈഡിലേക്ക് പെൺകുട്ടികളുടെ മനസ്സ് ചായാൻ ഉള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതായത് അവരുടെ പേരൻസ് ഒക്കെ ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ മക്കളെ നോക്കുന്ന എന്താണെങ്കിലും സെർവൻസ് ആയിരിക്കും. എന്നാൽ പെട്ടെന്ന് ഒരു ആൺകുട്ടിയുടെ കൂടുതലായിട്ടും സ്നേഹം ഇങ്ങനെ കിട്ടുമ്പോൾ എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അങ്ങോട്ട് ചായാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടീനെ ഡെയിലി കണ്ട് സംസാരിക്കുമ്പോൾ മാക്സിമം അവൻ്റെ പോസിറ്റീവ് സൈഡായിരിക്കും അവളോട് പറയുക. അതായത് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ്റെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് അവളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിയോട് ഒരു ആകർഷണം തോന്നുകയും ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുകയും അങ്ങനെ അവിടെ അവൾക്കൊരു സ്നേഹം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൊതുവെ ഇങ്ങനെ ഡെയിലി പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുമല്ലോ. അങ്ങനെ ഡെയിലി കണ്ട് ഡെയിലി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവൾക്ക് ആ ഒരു വ്യക്തിയോട് അട്രാക്ഷൻ തോന്നത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ആ ഒരു ആൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകളൊക്കെ പഠിക്കുകയും അതേപോലെ തന്നെ അവൾക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ആ ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഡെയിലി കാണുമ്പോൾ സംഭവിക്കുന്നതാണ്. അതായത് കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള ഒരു ആൺകുട്ടീനെ ഒരു പെൺകുട്ടി ഡെയിലി എന്നൊന്നും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ അവനോട് എന്നും ഒരു അട്രാക്ഷൻ കൂടുന്നേ ഉള്ളൂ. അതായത് കാണാൻ ഭംഗിയുള്ള അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ള ആൺകുട്ടിയാണ് എങ്കിൽ ഡെയിലി ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ അവനോട് ഒരു അട്രാക്ഷൻ തോന്നുകയും പതിയെ പതിയെ അതൊരു പ്രണയമായി മാറാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഷെയറിങ് ആണ്. അതായത് ഒരാൺകുട്ടി വന്നിട്ട് അവൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ അവൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, അവൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് ആയിക്കോട്ടെ, എല്ലാ കാര്യവും ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ അവനോടൊരു അട്രാക്ഷനും ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം തന്നോട് ഇതുവരെ ഇങ്ങനെ ആരും ഓപ്പണായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇപ്പം ഗേൾസിന് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ, പക്ഷേ അവർക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പണായിട്ടൊന്നും എല്ലാവരൊന്നും പറയത്തില്ല. അങ്ങനെ പറയുന്നവരുമുണ്ട്, പക്ഷേ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും.
പക്ഷേ ഒരു ആൺകുട്ടി വന്നിട്ട് അവൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് അവനോടൊരു അട്രാക്ഷൻ കൂടത്തേ ഉള്ളൂ. ഇങ്ങനെ അട്രാക്ഷൻ കൂടിയിട്ട് അതും ഒരു പ്രണയമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.